ഇത് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് ഒന്നും പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലല്ലോ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ ഒക്കെ കച്ചവടം. പിന്നെ അറിയപ്പോ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് പെരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക്? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പെരക്കാരൊക്കെ നമ്മളെ വെച്ചുണ്ടാക്കൽ മാറ്റി. പെണ്ണുങ്ങൾ അടിച്ചാട്ടുണ്ട്. ഇപ്പൊ ചിലവർക്കൊക്കെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ അടിച്ചാട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ഉണ്ട്. ഗ്യാസില്ല എന്നുള്ള പരാതികള് ഭാര്യന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടോ? ഇടക്കിടക്ക് കേൾക്കും. ഓരോ പൊട്ടും. അപ്പൊ ഗ്യാസ് ഏതായാലും നമ്മളെ കടയിൽ കച്ചവടം നമ്മളെ യൂസ്വാക്ക് കൊടുക്കുപോയി. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ സേനുവിന്റെ കടയാണിത്. നമ്മളെ സേനുകാക്കാന്റെ കട കണ്ടാ. ഇതിപ്പോ തൽക്കാലത്തിന് ഒരു രസത്തിന് ഇങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. പൂന്തോട്ടപ്പടിയിൽ ഈ കട നമ്മളെ 6 മണിക്ക് തുറന്നു കഴിഞ്ഞാല് രാത്രി 1 മണി വരെയാണ്. 1 മണി വരെ ഇതിന്റെ കണക്ക്. അതാണ് ഇതിന്റെ പ്രത്യേകത. സൈനുവിന്റെ കട പൂന്തോട്ടപ്പടിക്ക് ബോധരപ്പടി രാവിലെ 6 മണിക്ക് ഈ കട തുറന്നാല് പിന്നെ എന്തുണ്ട് 1 മണി വരെ ഉണ്ടാവും ഈ കട രാത്രിട്ടാ. അപ്പൊ പെട്ടെന്നൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. ഈ പെട്ടെന്ന് വിളിച്ചു പറയുന്ന പെണ്ണുങ്ങളെ പരിപാടിയാണ് എന്ത്, സാവൂന് കൊണ്ടരി, സോപ്പ് കൊണ്ടരി, സാവോൻ കൊണ്ടരി, സോപ്പ് കൊണ്ടരി, പമ്പേഴ്സ് കൊണ്ടരി എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകള് ഒരിക്കലും നിലത്ത് വീണ പൊട്ടാത്ത ജാതി ചട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ കണ്ടാ. നെയ്യപ്പം കുയ്യപ്പം സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അല്ലാ, കുട്ടികളെ തട്ടി കളിച്ചുന്ന സാധനങ്ങൾ, ലേസ്, അത് ഇത് സാധനങ്ങൾ, ബ്രെഡ്, പെന്ന്, അങ്ങനെയുള്ള സാധനങ്ങൾ, റെഡിമെയ്ഡ് പൊറോട്ട, ലേസ്, കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഒക്കെ രസമാണ്, സംഭവം രസമാണ്. കുട്ടികൾക്ക് ലേസ് കെട്ടുകണക്കിലാണ് ഇവിടെ ഗോഡൌണിൽ ഇരിക്കുന്നത് കേട്ടാ. ഈ കടക്ക് പ്രത്യേകിച്ച് ഗോഡൌണും ഉണ്ട്, മറക്കണ്ട. അതാണ് കെട്ടുകണക്കിൽ ലേസ് അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികളിപ്പത്തിന്റെ ആളുകളല്ല, ലേസിന്റെ ആളുകൾ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. അല്ലാ, ഇതൊക്കെ എടുക്കണ കണ്ടാ. ഈ കുട്ടീന്റെ ഇപ്പത്തെ ഫോട്ടോകൾ കണ്ടെക്കണ ഭയങ്കര സംഭവമാണ്. അതാണ് സംഭവങ്ങൾ. പിന്നെ പണ്ട് കോയല്, നമ്മള് കോയല് എന്ന് പറയും, 5 വിരലിലിട്ട് തിന്നണ സാധനങ്ങൾ. ഇതാ ഇന്ന് പഴം എത്ര പഴം? ഇന്ന് പഴം 31. ഈ 1 ഉറുപ്പ്യ അതിൽ കൂട്ടിയിരിക്കണ എന്തിനാന്നറിയാം? സുന്നത്തിന് വേണ്ടിയിട്ടാണ് കേട്ടാ. അല്ല, 1 ഉറുപ്പ്യ കൂട്ടിയിരിക്കണ സുന്നത്തിനല്ലേ? 1 ഉറുപ്പ്യ കൂട്ടിയിരിക്കണ സുന്ന. പ്രഗത്ഭനായ ടൈലറാണ് ഇരിക്കണത്. ഒരു ഷർട്ട് അടിച്ചാൻ പറഞ്ഞ പെരുന്നാൾക്ക് അടിച്ചാൽ ഞാൻ പറഞ്ഞു. പക്ഷെ പെരുന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏതായാലും അന്ന് ഷർട്ടും ഒന്നുമില്ലാതെ പെരുന്നാൾ ആഘോഷിച്ച്. പെരുന്നാൾ എന്നും പെരുന്നാൾ തന്നെയാണ് നമുക്ക്. ഓക്കെ, എന്നും പെരുന്നാൾ തന്നെയാണ്. 31 ഉറുപ്പ്യന്റെ പഴയതാ. 1 കിലോന്റെ തണ്ട് മാത്രം ബാക്കിയായി. ഇതാ മഞ്ഞപ്പാഴ റോബസ്റ്റ് പഴം എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതാ ഈ പുത്തൂര് പാടത്തുനിന്ന് വന്ന ചേരങ്ങ. പുത്തൂര് പാടത്തുനിന്ന് വന്ന ചേരങ്ങ കണ്ടാളാ. ഇതിന്റെ ഒരു ചൊറുപ്പ് നോക്കി. അത് കണ്ട. നോമ്പിന് ചില സ്ത്രീകളിൽ ചേരങ്ങ കൊണ്ടിരുന്ന ഇതില് ബംഗ്ലാദേശ് ഭാഷയിൽ കൊതു എന്നാ പറയാ. കൊതു കേട്ടിട്ടില്ലേ? കൊതു എന്നൊക്കെ പറയും. ഈ കാണുന്ന പച്ചക്കറി ഒക്കെ നമ്മുടെ പുത്തൂര് പാടത്ത് കേട്ടാ. കണ്ടോ ഈ കളി? മത്തനെ കണ്ടാ? മത്തനൊന്ന് നോക്കാം. മത്തന് കണ്ടാ? ഈ മത്തന് ഞാൻ മനസ്സിലൊരു പേര് കണ്ടിന്ന് വെച്ചാ ഞാൻ പറയില്ല. പടച്ചോന്റെ കാവല്. പിന്നെ നല്ല മസൂരി പഴം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗില് പരിചയപ്പെടുത്താണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ പച്ചക്കറി സാമ്പാർ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. പച്ചക്കറി പിന്നെ സാധനങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ആരെങ്കിലൊക്കെ എന്റെ ചാനലൊക്കെ കാണുന്ന ഒരു താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യോണ്ടി. എനിക്കൊരു സന്തോഷമാണ്. നമുക്ക് ഇതിന്റെ പ്രൊഫഷണൽ അല്ല. ഓക്കെ, എന്റെ ജോലിയല്ല. കാരണം പഴം പറ്റാമാന്തായിന്റെ കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം ഇയാള് തുറന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒട്ടനവധി പച്ചക്കറി സാധനങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. പുത്തൂര് പാടത്തെ പയറ് കണ്ടാണ്. അതാ അതിന്റെ നീട്ടം കണ്ടില്ല നിങ്ങള്? അതിന്റെ നേരെ കണ്ടേ ചോദിക്കട
പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം പാക്കറ്റ് ആയിട്ട് ഏത് നേരത്തും എല്ലാ ജോലി നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നേതാവ്, നമ്മുടെ മജീദ് കേട്ടാ, ഏത് നേരത്തും സെല്ലാജ് ബില്ല് ചെയ്യാണ്. കാരണം സെല്ലാജ് കണ്ട് ബില്ല് ചെയ്താൽ അപ്പൊ തന്നെ ഓരോരുത്തർ വന്ന് വെള്ളം എടുക്കുക, കൊണ്ടുപോവുക, കുടിച്ചുക, കൊണ്ടുപോവുക, കുടിച്ചുക, കൊണ്ടുപോവുക, കുടിച്ചുക, കൊണ്ടുപോവുക, കുടിച്ചുക. മജീദാ എത്തപാട് നീക്ക് നോക്കാം. അതാണ് നമ്മളെ മജീദ്. ഒരു ദിവസം 6 ചായയാണ് കണക്കിട്ട് ഇയാൾക്ക്. കോച്ചിന്ന് 3 ഒറ്റ സമയത്ത് കുടിച്ചു. സ്ട്രോങ് ചായ മനസ്സിലാക്കാം. വട്ടത്തിലുള്ള പുളിയച്ചാറ്, നമ്മളെ വട്ടത്തിലുള്ള പുളിയച്ചാറ് കണ്ടില്ല. നമ്മളെ ഈ കോളേജ് കുട്ടികളെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ലവ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ലവ് ഉള്ള ആളുകളെ കൊടുക്കലേ അത് അങ്ങനൊക്കെ കൂടിയായിട്ട് ഇങ്ങനൊക്കെ കൂടിയായിട്ട് പിന്നെ ഏതാ എടുക്ക പോയി. അപ്പൊ അങ്ങനെ ചെയ്യല. അപ്പൊ നമ്മള് 1 മണി വരെയല്ലേ നമ്മള് ചെയ്യുന്ന കടകള്. അപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഓക്കെ.